ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹൃദയരെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. നാടകത്തെക്കുറിച്ച് മൈലുകൾക്കപ്പുറത്തു നിന്നും കാനാൻ ദേശം തേടിയെത്തിയ ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ കഥ തലമുറകൾക്ക് പകർന്നു നൽകാൻ ഈ സാമുദായിക ശാക്തീകരണ വർഷത്തിൽ അമ്പൂരി സെൻറ് ജോർജ് നാടകവേദി അവതരിപ്പിക്കുന്നു സഹതായുടെ നാട്ടിൽ. നാടകരചന, സംവിധാനം സുരേഷ് മണലിവിളാകത്ത്. ആശയം, ഏകോപനം ജോമി മൂന്നാനാൽ. കനവു കണ്ടോർ നാം, കനവിൽ കതിര് കണ്ടോർ നാം, കാടുമാട്ടി കല്ലുമാറ്റി മണ്ണൊരുക്കി നാം. അമ്മേ, അമ്മേ, എനിക്ക് വിശക്കുന്നു. അമ്മേ, ദാഹിച്ചിട്ട് എന്റെ തൊണ്ട പൊട്ടുന്നു. അമ്മേ, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തായോ. അമ്മേ, ഞാൻ അമ്മയുടെ പൊന്നു മോനല്ലേ. ഇച്ചിരി വെള്ളവും അവന് കഴിക്കാനും എടുത്തിട്ട് വാ. ഞാനിത് ദൂരെ വെച്ച് കൊടുത്തോളാം. അപ്പാ, ഞാൻ പോകുവാ അപ്പാ. എന്റെ പെങ്ങന്മാർക്കൊപ്പം, മുത്തച്ഛേട്ടായിക്കൊപ്പം. മോനെ, എന്റെ പൊന്നു മോനെ, നിന്റെ അച്ഛൻ നിസ്സഹനായി പോയല്ലോ. മതി, അവിടെ വെച്ചിട്ടിങ്ങ് പോന്നോളൂ. മണ്ണിട്ട് മൂടുവോളം ഒപ്പമുണ്ടാകാൻ എനിക്ക് വേറെ ആരുമില്ല. അപ്പാ, അമ്മേ, ഞാൻ പോകുവാ. ഈശോ, മറിയ, യൗസേപ്പേ. അയ്യോ, എന്റെ ഓടെ തമ്പുരാനെ, എന്റെ മോൻ. ഏലിയാമ്മേ, നമ്മുടെ കുഞ്ഞു പോയി. ഇനി നമുക്ക് അരുതേ എന്റെ പൊന്നെ. ആ നെഞ്ചിനെ നോവുകൊണ്ട് കലക്കല്ലേ. ഞാൻ എന്റെ ദണ്ണം കൊണ്ട് ഓരോന്ന് പറഞ്ഞതാണ്. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. സ്വർഗമേ, വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, എന്റെ കുഞ്ഞിന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേ. എത്ര ഭീതിദായകമായ കാഴ്ച! ദുഷ്ടശക്തികൾ മനുഷ്യജീവനുമേൽ പോലും അധികാരം സ്ഥാപിച്ചിരിക്കുന്നു. തിരുവചനത്താലും ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ആ ദേശത്തെ ദുരാത്മാക്കളിൽ നിന്ന് രക്ഷിക്കുക അസാധ്യം. ലിഡിയായുടെ മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസെ ഒരു ദേശത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യാൻ നനച്ച വലിയ വ്യാളയിൽ നിന്നും രക്ഷിച്ച വിശുദ്ധൻ അങ്ങാണല്ലോ. രക്ഷയ്ക്കായി ആശ്രയം കാത്തുകഴിയുന്ന ആ ദേശത്തെയും അങ്ങ് കാത്തുകൊള്ളണമേ.
അല്ലയോ കന്യകെ, ഈ വ്യജനതയിൽ നീ ആരെ തേടുകയാണ്? ഭവതിയോടാണ് ചോദിച്ചത്. കേൾവിയില്ലെന്നുണ്ടോ? മരണത്തിന്റെ ചുടുകാറ്റ് വീശുന്ന ശിശിരത്തിൽ പൂക്കൾ എന്തിനാണ് ചിരിക്കുന്നത്? മൃത്യുഹസ്തത്തിൽ അമർന്ന ചെറുകിളി എന്തിനാണ് പാട്ടുപാടുന്നത്? ഓ, ദുഃഖമാണ് ഉള്ളിലെ വികാരം, ഭയമാണ് വഴിതെളിക്കുന്ന സാരഥി. മൃത്യുപാശത്തിനുള്ളിലും ഞാൻ പ്രണയഗീതം പാടണമെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഭയപ്പാടോടെ മുന്നണിയിൽ പൊരുതുന്ന പടയാളി മുന്നേ മരിച്ചു കഴിഞ്ഞു എന്നൊരു ചൊല്ലുണ്ട്. കുമാരിയുടെ പ്രശ്നം എന്താണെന്ന് എന്നോട് പറഞ്ഞാലും ഞാൻ മഹാനായ ഡൈക്ലീഷ്യൻ ചക്രവർത്തിയുടെ ധീരനായ പടയാളിയാണ്, വർഗീസ്. പ്രണാമം. അല്ലയോ ധീര, ഈ ദേശചരിത്രം അങ്ങേക്കറിയില്ലെന്നുണ്ടോ? ഈയുള്ളവൾ മഹാനായ ഡൈക്ലീഷ്യൻ ചക്രവർത്തിയുടെ മകളാണ്. നമ്മുടെ ദേശത്തെ ഒരു മഹാസത്വം ഗ്രസിച്ചിരിക്കുന്നു. വന്ദനം മഹതി, ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ വഴിതെറ്റി വന്നതല്ല. അല്ല, എന്റെ ദേശത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തിയെ ഞാൻ നശിപ്പിക്കുക തന്നെ ചെയ്യും. എവിടെയാണ് അവന്റെ വാസസ്ഥലം? തിടുക്കം വേണ്ട, നമ്മൾ അവനെ തേടി പോകേണ്ടതില്ല. അവൻ ഇങ്ങ് എത്തിക്കൊള്ളും. ഒരു വേള ഭക്ഷണത്തിന് ഒരു കന്യക, അതാണ് അവന്റെ പണി. ആരാണ് അവന്റെ ആഹാരമാകേണ്ടതെന്ന് ദേശം കുറിയിട്ട് തീരുമാനിക്കുന്നു. മഹാശ്ചര്യം. കുമാരി, ധീരരും കരുത്തന്മാരുമായ ഇത്രയേറെ മക്കൾക്ക് ജന്മം നൽകിയ എന്റെ ദേശത്തിന് ഇത് അപമാനമല്ലേ? ധീരനായ യുവാവേ, അങ്ങേയോർത്ത് ഈ ഉള്ളവൾ അഭിമാനപൂരിതയാണ്. പ്രത്യാശയിലാണ് വിജയം. ഞാൻ ആ ഘോരസർപ്പത്തിന് ഭോജനമായാലും എനിക്കിനി ദുഃഖമില്ല. എന്റെ ദേശത്തെ കന്യകമാർക്കായി ഒരു ധീരൻ പിറക്കണമേ എന്നായിരുന്നു എന്റെ ഈ ചെറിയ ജീവിതത്തിലെ പ്രാർത്ഥന. കുമാരി, ധൈര്യം വീണ്ടെടുക്കുക. ദൈവവും സകല വിശുദ്ധരും മാലാഖമാരും നമുക്ക് കാവലായിരിക്കും. എളിയവരെ കൊണ്ട് ഗോലിയാത്തുമാരെ തകർക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ദർശനങ്ങൾ, അശരീരികൾ. എൻ്റെ ദൈവമേ, എൻ്റെ ദേശമായ ബൽജയത്തു നിന്നും ഈ ഉള്ളവനെ ഇവിടെ എത്തിച്ച അങ്ങയുടെ ഹിതം ഈ എളിയ ദാസനുമേൽ അങ്ങ് വെളിപ്പെടുത്തണമേ. ആരുമില്ലേ? ആരാ? എന്താ വേണ്ടത്? ഞാൻ ചാക്കോ, വഴിപോക്കനാണേ. വടക്ക് നിന്ന് വരുന്നു. തെക്ക് ദേശത്തേക്ക് പോകാനായിരുന്നു. പകുതി വരെയൊക്കെ വണ്ടി കിട്ടിയുള്ളൂ. കയ്യിലെ ഭാണ്ഡക്കെട്ട് വിറക്കി വെച്ച് തെരുവിൽ കിടന്നുറങ്ങാൻ തോന്നിയില്ല. അന്നത്തിനുള്ള വകയാണേ. വല്ലവനും കട്ടോണ്ട് പോയാല് ഒക്കെ പോയില്ലേ. നടന്ന് നടന്ന് ഇതുവരെ എത്തി. ഇനി ഒരടി നടക്കാൻ മേല. വിഷമിക്കേണ്ട, ആ ഫാണ്ടക്കെട്ടൊക്കെ ഇറക്കി വെച്ചോളൂ. ഈ രാത്രി ഇവിടെ കൂടാം. നന്ദിയുണ്ട്. തെക്ക് ദേശത്ത് എന്താണ് കാര്യം? അല്പം കുടിക്കാൻ കിട്ടുമോ? തരാം. ദാഹിച്ച് തൊണ്ട വരണ്ടു പോയി. അങ്ങ് പാലായിൽ നിന്ന് വരുവാ. നാട്ടിലൊക്കെ പട്ടിണിയായിരുന്നേ. അങ്ങനെ ജീവിക്കാൻ പെടാപ്പാട് പെടുമ്പോഴാ തിരുക്കൊച്ചി സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. കർഷകർക്ക് മലയോര മേഖലയിൽ
കൃഷി ഇറക്കാമെന്ന്. അത് കേട്ട് നാട്ടിൽ നിന്ന് കുറെ കുടുംബക്കാര് തെക്ക് ദേശത്തേക്ക് പോന്നിട്ടുണ്ട്. ഓ, ഞാൻ കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വെച്ച് കുറച്ച് പേരെ കണ്ടിട്ടുമുണ്ട്. എങ്ങനാ അവിടെ കൃഷിയൊക്കെ നടക്കുന്നുണ്ടോ? എനിക്കങ്ങോട്ട് നമ്മളെ മനസ്സിലായില്ല. ഞാനൊരു പാതിരിയാണ്. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. അതെയോ ദാത്തോസ്, ബൽജിയത്ത് നിന്നും വന്നതാണ്. ഇവിടുത്തെ സാധാരണക്കാരോടൊപ്പം ജീവിക്കുന്നു. കഷ്ടമാണ് അച്ചോ ഞങ്ങളുടെ കാര്യം. മലമ്പനിയും വസൂരിയും ഒരുപാട് പേരുടെ ജീവൻ എടുത്തു. കൃഷിയിടങ്ങളൊക്കെ കാട്ടാനക്കൂട്ടം ചവിട്ടി മെതിക്കുന്നു. മടങ്ങി പോകണമോ ഇവിടെ തന്നെ നിൽക്കണമോ എന്നറിയാത്ത അവസ്ഥയാണ്. നിരാശ വേണ്ട, കർത്താവിൽ പ്രത്യാശ വെക്കുക. നല്ല പുലരി നമ്മെ തേടിയെത്തും. പള്ളിയുമില്ല, കുർബാനയുമില്ല. ദൈവം കൂടെ ഇല്ലെങ്കിൽ പിന്നെ എവിടുന്നാച്ചോ സമാധാനം? കണ്ണുനീർ തുടയ്ക്കുക. ഒക്കെ ശുഭമായി പര്യവസാനിക്കുന്ന സമയം സമാഗതമായിരിക്കുന്നു. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്നും ഇസ്രായേൽ ജനം മടങ്ങി വരുമ്പോൾ മുൻപിൽ ചെങ്കടലും സീനായ് മരുഭൂമിയുമായിരുന്നു. അവസാനം ദൈവം അവർക്കായി തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം ഒരുക്കി വെച്ചു. അങ്ങയുടെ വാക്കുകൾ പോലും മനസ്സിൽ പ്രത്യാശ നിറയ്ക്കുന്നു. പറയുന്നത് തെറ്റാണെങ്കിൽ അറിവില്ലായ്മയെന്ന് കരുതണം. അങ്ങ് എന്നോടൊപ്പം ഞങ്ങളുടെ രക്ഷയ്ക്ക് കാരണമാകാൻ അമ്പൂരിക്ക് പോരുമോ? കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഞാൻ വരാം. അടിമത്തത്തിൽ നിന്ന് വിടുതൽ നൽകുന്ന സർവശക്തനായ ദൈവം നിങ്ങളെ വഴി നടത്തുക തന്നെ ചെയ്യും. സന്തോഷമായി. ദീർഘനാളായി കാത്തിരുന്ന ഒരു നല്ല വാർത്ത. അച്ഛൻ വന്നാല് ഞങ്ങൾക്ക് വിശുദ്ധ കുർബാന ഉണ്ടാവും. പിന്നീട് ഒരിക്കലും ഞങ്ങളുടെ ദേശത്ത് അന്ധകാര ശക്തിയായി നിങ്ങൾ ആ നിലത്ത് പായ വിരിച്ച് കിടന്നുകൊള്ളുക. രാവ് താണ്ടി നമുക്ക് പുറപ്പെടാം. ഞാൻ ദേശപിശാച് അമ്പൂരി മലയോരത്തെ നദീതീരങ്ങൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഞങ്ങളുടെ ആയുധങ്ങളാണ് വസൂരിയും മലമ്പനിയും. അമ്പൂരി ദേശത്തെ എല്ലാ ജീവനെയും ഞങ്ങൾ എടുക്കുക തന്നെ ചെയ്യും. ഒരുപാട് പേർ ഇനി ഇവിടെ വരണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പോൾ എനിക്കവിടെ ചുടുകാടുകൾ തീർക്കാം. നരകത്തിന്റെ സന്തതി, യുദ്ധഭൂമിയിൽ മൃത്യു സംഹാര താണ്ഡവം ആടുന്നിടത്ത് നിന്നാണ് എന്റെ വരവ് എന്നറിഞ്ഞുകൊള്ളുക. എന്നെ ഭയപ്പെടുത്താൻ നിനക്കാവില്ല. ഞങ്ങളാരെന്ന് നിനക്കറിയില്ല. ഒരു ലോകശക്തിക്കും ഞങ്ങളെ കീഴ്പ്പെടുത്താനാകില്ല. ഹേ പിശാചേ, കടന്നു പോവുക. മൃത്യുകവാടങ്ങളെ തകർത്തവൻ, തിരുരക്തം കൊണ്ട് നരക കവാടങ്ങൾക്ക് മുദ്ര വച്ചവൻ, പിതാവായ ദൈവത്തിന്റെ ഏകജാതൻ ഈശോ മിശിഹായുടെ നാമത്തിൽ കൽപ്പിക്കുന്നു, എന്റെ പാതകളിൽ തടസ്സമാകാതെ കടന്നു പോവുക. ഇപ്പോൾ ഞാൻ പോകാം. നമുക്ക് അമ്പൂരി ദേശത്ത്
വെച്ച് കാണാം. അപ്പോൾ നീ അറിയും ഞാൻ ആരെന്ന്. അമ്മച്ചേ, വിശക്കുന്നു, വയറ് പൊകഞ്ഞിട്ടു വയ്യ. വിരകളെല്ലാം കൂടെ എന്റെ വയറ്റത്ത് മാർഗങ്ങൾ തുടങ്ങിയെന്നാ തോന്നുന്നേ. അപ്പൻ വരാതെ ഇനി കഞ്ഞിയില്ല. ചിന്നമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടരുതെന്ന്. എന്റെ മേരിക്കുട്ടി, നീ ഇങ്ങനെ ഊറ്റിയൂറ്റി ഉള്ളതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാല് ഞാൻ പിന്നെയും പിന്നെയും കടക്കാരി ആകത്തില്ലയോ? എനിക്ക് പിന്നെ കൊടുക്കാൻ ഈ ഭൂമി ലോകത്ത് ആരാടി ഉള്ളത്? ഒരു കെട്ടിയോനുണ്ടായിരുന്നതിനെ ആന ചവിട്ടിക്കൊന്നു എന്റെ മേവിച്ചായൻ. മേരിക്കുട്ടി, പിന്നെയും ഉണ്ടായിരുന്നു 3 കുട്ടികൾ. ഒക്കത്തിനെയും വസൂരി വന്ന് ഉയിരെടുത്തു കൊണ്ടുപോയി. ഏതോ പെണ്ണിന്റെ ഉദരദോഷം കിട്ടിയ മണ്ണാണെന്ന് തോന്നുന്നു. ആദ്യ എന്റെ മേരിക്കുട്ടി, എന്റെ അപ്പന്റെ കണ്ണുനീര് വീണ പ്രാർത്ഥന കൊണ്ടാ ഞാൻ എന്റെ പൊന്നു മക്കളെ മരണത്തിന് കൊടുക്കാതെ ഒളിപ്പിച്ച് വെച്ചേക്കണത്. ഞാനൊരു പ്രാർത്ഥന പറഞ്ഞു തരാം. ഒരു മഠത്തിലമ്മ പറഞ്ഞു തന്നതാ. ഈശോയെ, നിന്റെ മരണക്കെട്ടിലാകുന്ന കുരിശ് ഞങ്ങളുടെ വീടിന്റെ 4 അതിർത്തികളിൽ നാട്ടി തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് മാലാഖമാരെ കാവൽ നിർത്തി എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചാ മതി, പിശാച് അടുക്കത്തില്ല. എന്നാ ഞാൻ പോവുക. നീ പെട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് കഞ്ഞി വെച്ചു കൊടുക്കാൻ നോക്ക്. അപ്പനിപ്പം വീഴും, മക്കളൽപ്പം മാറി നിന്നോ. എന്റെ മാതാവേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. മക്കളെ, സ്തുതി ചൊല്ലിക്കേ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യാത്ര ക്ലേശകരമായിരുന്നു അല്ലേ? അച്ഛൻ എവിടുന്നാ? ഇനി ഇവിടെ ഉണ്ടാവുമോ? എൻ്റെ പേര് അദയോദാത്തോസ് എന്നാണ്. ബെൽജിയമാണ് സ്വദേശം. മക്കളെ, നിങ്ങൾ പോയി കരോട്ടെ പാപ്പനെയും അക്കരെ പേരപ്പനെയും വർക്കിപ്പാപ്പനെയൊക്കെ വിളിച്ചോണ്ട് വായോ. നമുക്കിവിടെ ചിലതൊക്കെ തീരുമാനിക്കാനുണ്ട്. അച്ഛൻ ഇരുന്നാട്ടെ. എടി ചിന്നമ്മേ, ആ കിഴിക്കെട്ടിൽ കാപ്പിപ്പൊടിയുണ്ട്, ഇച്ചിരി കാപ്പി ഇട്ടെടുത്തോ. ചാക്കോച്ചൻ ഇങ്ങോട്ടിരുന്നാട്ടെ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളായിട്ട് ഈ 2 പേരേ ഉള്ളോ? ഇപ്പൊ 2 പേരേ ഉള്ളൂ. 7 പെറ്റതാ എന്റെ ചിന്നമ്മ. മഴയത്ത് തകര കിളുക്കും പോലെയാ ഈ കെടുകാട്ടിൽ മക്കളും. വെയില് കടുക്കുമ്പോ തകര വാടിപ്പോവും പോലെ എന്റെ മക്കളും പോയി. വസൂരി വന്നിട്ട് ഒന്ന് അടുത്ത് പോകാൻ കൂടി കഴിഞ്ഞില്ല. ചെറുപ്രായത്തിൽ വേദനയും കണ്ണീരും അനാഥത്വവും പേറി അവരൊക്കെ എന്നെ വിട്ടുപോയി. ഒക്കേക്കും പരിഹാരമുണ്ടാവും. ഈശോയും വിശുദ്ധരും മാലാഖമാരും നിങ്ങൾക്ക് കാവലുണ്ടാകും. ഈ ദേശത്ത് അനുഗ്രഹപൂരിതരായി ഒരു ജനത ഉയർന്നു വരും. പോയി ചാക്കോ, എന്റെ ജോഡിക്കുട്ടി എന്നെ വിട്ടു പോയി. അതെ, ആർക്കും അടുത്തു പോകാനാകാതെ ആ മാടത്തിൽ കിടന്ന് വേദന തിന്ന് എന്റെ കുഞ്ഞവസാനം അവിടെ തന്നെ ഒടുങ്ങി. വേർപാടിന്റെ നോവ് അനുഭവിച്ചവർക്കല്ലേ അറിയൂ. എങ്കിലും സമാധാനിക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനാവൂ. എന്റെ കുഞ്ഞിന് നല്ലൊരു അടക്ക് പോലും കിട്ടിയില്ലച്ചോ. അവന്റെ അടുത്ത് പോകാൻ ആർക്കും കഴിഞ്ഞില്ല.
എല്ലാവരും കൂടി ഉണക്ക കടക്കാട് കൂട്ടിയിട്ട് ആ മാടത്തോടൊപ്പം എന്റെ കുഞ്ഞിനെയും ചാരമാക്കി അച്ചോ, ചാരമാക്കി. ഇനി എൻ്റെ ജീവിതവും പ്രാർത്ഥനയും നിങ്ങൾക്ക് വേണ്ടിയാകും. തലമുറകൾക്ക് മേലുള്ള പിശാചിന്റെ അധികാരത്തെ സർവശക്തനായ ദൈവം തകർത്തില്ലാതാക്കും. എനിക്ക് വിശ്വാസമുണ്ട്, ഇനിയൊക്കെ മാറും ഏലിയാമ്മേ. ഇതാ നോക്ക്, ദൈവം നമുക്കായി ഒരു കാവൽക്കാരനെ നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് വിസ്ത കുർബാനയുണ്ടാകും. ഇത് മുതിയാവള വല്യച്ഛൻ. ഇനി നിന്റെ ദണ്ണമെല്ലാം അച്ഛനോട് പറയും. ഒക്കെ പോയച്ചോ, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് കരുതുക. ആദ്യത്തിന്ന് ചാവണ്ട, തമ്പുരാൻ കാത്തുകൊള്ളും. മൂത്തത് ആൺകുട്ടിയായിരുന്നു. അവനെയാ ഇന്ന് നോക്കുമ്പോ ഇളയതിന്റെ മേത്ത് അങ്ങുമിങ്ങും ചെറിയ തടുപ്പ് പോലെ വയ്യ. ഇനി ഒന്നുകൂടി ചിന്തിക്കാൻ പോലും എനിക്ക് ആവത്തില്ല അച്ചോ, ആവത്തില്ല. സൂക്ഷിക്കണേ ഏലിയാമ്മേ. ഒരു ചിന്നമ്മേ, നീ ആ ചാക്ക് കെട്ടിന്ന് ഇച്ചിരി അരിയും പയറും എടുത്ത് കൊടുക്ക്. കുഞ്ഞിന് കഞ്ഞി വെച്ച് കൊടുക്കട്ടെ. വൈകണ്ട. 2 നാള് ഗുളിക കൊടുക്കണം. 3 നാളായി 6 നേരം മരുന്നും. വീട്ടിലുള്ളവർ മുട്ടിയൂരും ഇടപെടണ്ട. തമ്പുരാനോട് തലമുറയ്ക്കായി പ്രാർത്ഥിക്കണം. അതെ, അത്താഴത്തിന് എന്നതാ ഒരുക്കേണ്ടത്? ഞാൻ വരുന്നു. അച്ചോ, ഇനി ഇവിടെ തലമുറ വാരുമോ? ആനയുടെയും പുലിയുടെയും കയ്യിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കുമോ? മക്കളെ, നമ്മുടെ പിതാക്കന്മാർ അടിമത്തത്തിലായിരുന്നു. എന്നാൽ ശക്തനായ ദൈവത്തിൻ്റെ വലതുകരം അവർക്ക് വിമോചനമേകി അവരെ കാത്തു പരിപാലിച്ചു. പകലെല്ലാം മേഘത്തിൻ തൂണായി, ഇരവെല്ലാം അണയാത്തൊരു പ്രഭയായി. പകലെല്ലാം മേഘത്തിൻ തൂണായി, ഇരവെല്ലാം അണയാത്തൊരു പ്രഭയായി. സകലേശൻ കൂട്ടുണ്ട് മനമേ, ഇനി കരയേണ്ട തളരേണ്ട മനമേ. പകലെല്ലാം മേഘത്തിൻ തൂണായി, ഇരവെല്ലാം അണയാത്തൊരു പ്രഭയായി. സകലേശൻ കൂട്ടുണ്ട് മനമേ, ഇനി കരയേണ്ട തളരേണ്ട മനമേ. ദേശാന്തരങ്ങൾക്കപ്പുറത്തു നിന്ന് ഒരു സാത്വികനായ നീ സാഗരം താണ്ടി, രാജ്യങ്ങൾ താണ്ടി, നഗരം താണ്ടി ഈ കാനന ദേശത്ത് എന്തിനു വന്നു? അസ്ഥിപഞ്ജരങ്ങളിൽ ശീതക്കാറ്റ് അരിച്ചു കയറുന്ന വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിലെ യുദ്ധഭൂമിയിൽ നിന്ന് നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം എന്നൊരു ദിവ്യ ശരീരി കേട്ട് വെറുതെ ഇറങ്ങി തിരിച്ചതാണ്. കൊള്ളാം, ജോലി കഴിഞ്ഞെങ്കിൽ മടങ്ങി പോയിക്കൊള്ളുക. ഇല്ല, പൂർത്തിയാക്കാൻ ഇനിയും കുറച്ച് ബാക്കിയാവുന്നു. ഒക്കെ തീർത്തിട്ടേ മടങ്ങി പോകൂ എന്നാണോ നിശ്ചയം?
വാശിയില്ല. അയച്ചവന്റെ നിശ്ചയം പോലെ. ശതശതങ്ങളായി ഞാനാണ് ഈ ദേശത്തിന്റെ അവകാശി. നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. ഭൂമിയുടെ മേലുള്ള അവകാശം ദൈവം മനുഷ്യനാണ് നൽകിയത്. നിനക്ക് അത് അറിവുള്ളതല്ലേ? എനിക്കൊരു നിയമമുണ്ട്. ഞാൻ വസിക്കുന്ന ദേശം എന്റേതായിരിക്കും. കൊള്ളാം. എന്നാൽ നീ ഇവിടുന്ന് പോയേ മതിയാവൂ. എന്റെ ദേശത്ത് വന്ന് എന്നോട് പോകാൻ കൽപ്പിക്കുന്നു. മണ്ണിൽ നിന്നെടുക്കപ്പെട്ട് മണ്ണിലേക്ക് മടങ്ങാൻ വിധിക്കപ്പെട്ട മനുഷ്യ. ദേഹമല്ല, ആത്മാവാണ് കൽപ്പിക്കുന്നത്. ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് മടങ്ങുന്ന ആത്മാവ്. എന്റെ കുട്ടികൾക്ക് ഇവിടെ ജീവിക്കണം. ഇല്ല, ഞാൻ അനുവദിക്കില്ല. പിടഞ്ഞു വീണ് മൃത്യു പോകിയ ചെറുബാല്യങ്ങളുടെ നോവുകൾ, അമ്മമാരുടെ കരഞ്ഞതാണ കൺകളിലെ ദൈന്യത, അന്തിയോളം മണ്ണിൽ പണിയെടുത്ത് അന്നത്തിന് പകരം കണ്ണുനീരുണ്ണുന്ന പാവം കർഷകന്റെ നോവുപാട്ടുകൾ, ഇതൊക്കെ കണ്ടിട്ട് മരണം വന്ന് വിളിച്ചാൽ പോലും നിന്നെ ഇവിടുന്ന് മയക്കാതെ ഞാൻ മടങ്ങിപ്പോവുകയില്ല. സൃഷ്ടിജാലങ്ങളായ സർവത്തിന്റെ മേലും അധികാരമുള്ള സൃഷ്ടാവും സർവശക്തനുമായ ദൈവനാമത്തിലും തന്റെ തിരുരക്തം കൊണ്ട് മരണവാസത്തിന്റെ ബന്ധനമഴിച്ചവനും നരകീയ ശക്തികളെ കീഴടക്കിയവനുമായ ഈശോ മിശിഹായുടെ തിരുനാമത്തിലും തിരുരക്തത്തിന്റെ മഹത്വത്താലും അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ തിരുരക്തത്താലും ദേശത്തിന് കോട്ടകെട്ടി നിന്നെ ഇവിടെ നിന്നും പുറത്താക്കുന്നു. ഇപ്പോൾ നിന്നെ തകർത്ത് ബന്ധിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. ബാവായുടെയും പുത്രന്റെയും പരിശുദ്ധ റുഹാത്ത് ഖുദീശായുടെയും നാമത്തിൽ തന്നെ ആമേൻ. മേരിക്കുട്ടിയെ, മേരിക്കുട്ടി, നീ അറിഞ്ഞായിരുന്നോ? എന്നതാ ചിന്നമ്മേ? നീ എന്നോട് ചൊല്ലാൻ പഠിപ്പിച്ച പ്രാർത്ഥന പാലിച്ചു എന്നാ തോന്നുന്നത്. എടി, അച്ഛൻ അതിനെ പിടിച്ചു. നമ്മുടെ ഉദരത്തിൽ ചാവള്ളയെ പിറപ്പിക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളെ വസൂരി കൊണ്ട് കൊല്ലുന്ന, നമ്മുടെ പുരുഷന്മാരെ കാട്ടുമൃഗങ്ങളെ കൊണ്ട് വകവരുത്തുന്ന ആ ദേശപിശാചിനെ ദേശത്ത് ഇനി ചാപിള്ളകൾ പിറക്കത്തില്ലെന്ന്. നേരാണോടി? നാട് രക്ഷപ്പെട്ടോ? നേരാടി. ഗീവർഗീസ് പുണ്യവാളനും വന്നു. ഇനി എനിക്ക് പേടിയില്ല. നാളെ നമുക്കായി മുതിയാവിളി വെല്ലിച്ചൻ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോണ്. നീ വരത്തില്ലയോ? അതെന്നാ ചോദ്യമാടി? ഞാൻ വരാതിരിക്കുമോ? എന്നെ പോലെ ഒരുപാട് കണ്ണുകൾ കാണാൻ കൊതിച്ചതല്ലേ തമ്പുരാൻ ഇപ്പോ നമുക്ക് ആ ഭാഗ്യം നൽകിയത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഇന്ന് ദൈവകരുണയിൽ പൊതിയപ്പെട്ടിരിക്കുന്നു. ഇനി നാം ഒരു സമൂഹമായി വളരേണ്ട കാലമാണ്. അച്ചോ, അച്ഛനിവിടെ വന്നിട്ട് 6 മാസമായി. എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്. അകാല മൃത്യു ഇല്ലാതായി. തൊഴുത്തിലെ കാലികളിൽ പോലും ഇപ്പോൾ വന്ധ്യതയോ അകാല പ്രസവമോ ഇല്ലാതായി. എപ്പോഴും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവിൻ. ഒരു പ്രധാന കാര്യം ചിന്തിക്കാനാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒത്തുചേരൽ. നമുക്ക് ബലിയർപ്പണത്തിനായി ഈ ദേശത്തൊരു ദേവാലയം നിർമ്മിക്കണം. അതിപ്പോ എന്നെ ചെയ്യണേലും ഞങ്ങൾ കൂടെ ഉണ്ട്. അച്ഛൻ അങ്ങോട്ട് പറഞ്ഞാ മതി. എത്രയാ പള്ളിക്ക് നീളവും വീതിയും? ഒരു 30 അടി നീളം, 10 അടി വീതി. അതുപോരെ അച്ഛാ? അത് മതിയാവോ? കുട്ടികളൊക്കെ വളരെയോ അല്ലയോ? ഒരു 40 അടി നീളം, 20 അടി വീതി.
അല്ലേ അച്ഛാ? നിങ്ങളുടെ ചോരയും വിയർപ്പും വീണ ഈ മണ്ണിൽ നമ്മൾ കർത്താവിന് കൃതജ്ഞതാബലി അർപ്പിച്ചു. ഞാൻ അതീവ സന്തോഷവാനായിരിക്കുന്നു. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് നല്ല കാലാവസ്ഥയും വിളവും തന്നതിനെ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറയാം. ഇനി നമ്മുടെ നാട്ടിൽ അകാല മരണമോ വന്യമായ വിളനാശമോ ഉണ്ടാകില്ല. കാട്ടുമൃഗങ്ങൾക്ക് കരിപ്പയാറാണ് അതിർത്തി. നമ്മുടെ നാടിന് ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രകാശഗോപുരമായി തീരേണ്ട ഈ ആലയത്തിന് ഒരു പേര് നിശ്ചയിക്കണം. അച്ഛോ, ഞാനിത് പറയാനിരിക്കുമായിരുന്നു. അതിപ്പോ എന്നാ പേരാ? വിശുദ്ധന്റെ പേര് മതിയാകുമോ അല്ലയോ? അതിപ്പോ ഞങ്ങൾ എന്നാ പേര് പറയാനാ? അച്ഛൻ കൽപ്പിച്ച് നൽകുന്ന ഏത് പേരും ഞങ്ങൾ സ്വീകരിക്കും. അല്ലേ മാത്തോളിയ? അതുപോരാ, തമ്പുരാൻ നിങ്ങൾക്ക് തന്ന ആലയത്തിന് നിങ്ങൾ തന്നെ പേര് നിശ്ചയിക്കണം. അതിപ്പോ വിശുദ്ധ അച്ചോ, നമ്മുടെ പള്ളിക്ക് വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പേര് മതി. പുണ്യവാളനല്ലയോ? പടയും പഞ്ഞവും വസന്തയും ഒഴിച്ച് നാടുകാക്കുന്ന നല്ല കാവൽക്കാരൻ. നല്ലത്. സെന്റ് ജോർജ് പള്ളി എന്നാവും ഇനി നമ്മുടെ പള്ളി അറിയപ്പെടുക. നമ്മുടെ തലമുറ വളർച്ച പ്രാപിക്കണമെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസം നൽകണം, അറിവുള്ളവരായി തീരണം. ചാവറ കുര്യാക്കോസ് പിതാവ് ഉദ്ബോധിപ്പിച്ചതുപോലെ പള്ളിയോട് ചേർന്ന് നമുക്കൊരു പള്ളിക്കൂടം വേണം. ഓ, അതിപ്പോ എന്നാത്തിനാ? നമ്മൾ കൃഷി ചെയ്യാനല്ലേ തേക്കോട്ട് വന്നത്. പഠിപ്പിച്ചിട്ട് എന്നാ കിട്ടാനാ? പിള്ളേര് പറമ്പിൽ പണിയെടുക്കട്ടെ. പഠിപ്പൊക്കെ അധിക ചെലവും സമയക്കേടുമല്ലേ? സ്കറിയാച്ചാ, അറിവുള്ളവരെ ലോകം അറിഞ്ഞിട്ടുള്ളൂ. കൃഷി നമ്മുടെ ജീവിത ഉപാധിയാണ്. നമ്മുടെ കുട്ടികൾ പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവണം. അറിവ് നേടാൻ വായിക്കണം, അക്ഷരം പഠിക്കണം. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ അക്ഷരജ്ഞാനമുള്ളവർ മുന്നോട്ട് വരണം. നമ്മുടെ കപ്പ്യാര് അക്ഷരജ്ഞാനമുള്ള ആളാ. അക്ഷരമറിയുന്നവർ ഇനിയുമുണ്ടല്ലോ. ഞങ്ങൾ ഒഴിവ് പോലെ അച്ഛൻ പറയുന്ന സമയക്രമത്തിൽ കുട്ടികളെ പഠിപ്പിക്കാം. നമുക്കൊരു പുതിയ പള്ളിക്കായി ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ സ്വന്തം സ്ഥലത്ത് വേണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. അത് വേണം. വിശാലമായ മുറ്റവും പെരുമാറാൻ ഇത്തിരി ഇടവും ഒക്കെ ആയി കുറച്ച് സ്ഥലക്കൂടുള്ളത് നല്ലതാ. ഞങ്ങൾ പാറ്റാനിയും വർക്കി വക്കീലുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം അരയേക്കർ ഭൂമി 150 രൂപയ്ക്ക് തരാമെന്ന് സമ്മതിച്ചു. ഓ, അതെത്ര കൂടുതലാ? അങ്ങനെ കരുതേണ്ട. പള്ളിയൊക്കെയായി നാട് വികസിക്കുമ്പോൾ ഇവിടുത്തെ മണ്ണിനൊക്കെ പൊന്നുവിലയാകും. അതുകൂടാതെ 50 സെന്റ് മണ്ണ് അദ്ദേഹം വെറുതെ തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ നമുക്ക് പുതിയ പള്ളി പണിയാം. കൂടാതെ നമുക്ക് നമ്മുടെ ദേവാലയത്തിൽ ഒരു തിരുനാൾ ആഘോഷിക്കണം. അത് വേണം. തിരുനാൾ വേണം. ദേശത്ത് നിന്നും വസന്തയും മറ്റ് കേടുദോഷങ്ങളും തീരാൻ വസന്ത പെരുന്നാളാണ് നാം ആഘോഷിക്കുന്നത്. അതിനായി മുടവുപാറ ആശ്രമത്തിൽ നിന്ന് ബെർണാഡ് അച്ഛൻ ഇവിടെ വരും. എന്നാലും ഇതിപ്പോ ഇങ്ങനൊരു ചതി വേണ്ടായിരുന്നു. ആര് വന്നാലെന്താ? നമ്മുടെ നാടിന്റെ വെട്ടമല്ലേ കെട്ടുപോയത്. നീ
കരയാണ്ടിരിക്കും ചിന്നമ്മേ. ഇതിപ്പോ അച്ഛനെ ഇവിടുന്ന് മാറ്റണ്ടായെന്ന് ദൈവം തമ്പുരാനോടല്ലാതെ ആരോടാ പറയുക? എന്റെ ജോർജ് കുട്ടി, ഇത് ഓർക്കുമ്പോൾ സഹിക്കണില്ല. അതുപോലെ സ്നേഹിച്ചു പോയി. എന്റെ അപ്പന ഇതുപോലെ വിട്ടു പോണതെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? നോക്കിക്കോ, അച്ഛനോട് ഞങ്ങൾ പോകണ്ടെന്ന് പറയും. കേട്ടില്ലെങ്കിൽ ഞങ്ങൾ അച്ഛൻ പോണ വഴിക്ക് കേറി നിൽക്കും. അച്ഛൻ പോയാ പിന്നെ ആരാ ഞങ്ങൾക്ക് മുട്ടാ തരുന്നത്? അതുകൊണ്ട് ഞങ്ങൾ അച്ഛനെ വിടത്തില്ല. ആരും സങ്കടപ്പെടേണ്ട, ഞാൻ പോയേ തീരൂ മക്കളെ. എല്ലാത്തിനും തമ്പുരാൻ്റെ ഒരു ക്ഷണമുണ്ട്. നമ്മളൊക്കെ ഭൂമിയിലും വിരുന്നുകാരല്ലേ? അച്ചോ, അച്ഛൻ പോകണ്ട അച്ചോ. എനിക്ക് പ്രായമായി. ഇനി ഈ മലയും കുന്നും താണ്ടുക ദുഷ്കരമായിരിക്കുന്നു. നിങ്ങളോടുള്ള സ്നേഹം എന്നും ഈ മനസ്സിലുണ്ടാകും. എനിക്കായി പ്രാർത്ഥിക്കുക. അവിടെ നിന്നങ്ങോട്ട് കാലാകാലങ്ങളിൽ വന്ന വൈദികരോട് ചേർന്ന് ഇടവക ജനങ്ങളും നാട്ടുകാരും കയ്യും മെയ്യും മറന്നു പ്രവർത്തിച്ചു. പുരോഗമനം കൊതിക്കുന്ന ഒരു നാടിനുണ്ടാകേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ടായി. അമ്പൂരിയിൽ ആശുപത്രി വന്നു, ഹൈസ്കൂളും ഹയർ സെക്കൻഡറി സ്കൂളും വന്നു. അമ്പൂരി സർവീസ് സഹകരണ ബാങ്ക് രൂപം കൊണ്ടു. അങ്ങനെയെല്ലാം ഈ ഗ്രാമീണ റോഡുകളുടെ ആദ്യകാല നിർമ്മാണവും ഞങ്ങളുടെ പൂർവികരുടെ വിയർപ്പും സ്വരീയമായിരുന്നു. ജാതിമത ഭേദമന്യേ ഒരുപാട് തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന് സ്നേഹത്തിന്റെയും സാമൂഹിക വളർച്ചയുടെയും പുതിയൊരു സംസ്കാരം കെട്ടിപ്പടുത്തത് ഞങ്ങളുടെ പൂർവികരായിരുന്നു സാർ. ക്ഷമിക്കണം, ഞങ്ങൾക്ക് മുകളിലുള്ളവരുടെ ഉത്തരവ് പാലിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാകുമ്പോൾ മനുഷ്യത്വം ഞങ്ങളിൽ ഇല്ലാതാവുന്നു. വിട്ടിട്ട് പോകാൻ സാറേ. കുടിയേറ്റത്തെ കയ്യേറ്റമെന്ന് നിർവചിക്കുന്നവരും നിറം കൊടുക്കുന്നവരും അവരുടെ ഇഷ്ടത്തിനായിക്കോട്ടെ. ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നമ്മളും ഇവരെ പോലെ ആയിപ്പോകും. വധശിക്ഷയ്ക്ക് കൊണ്ടുപോകുമ്പോൾ കുറ്റവാളികളോട് ചോദിക്കാറില്ലേ നിന്റെ അവസാനത്തെ ആഗ്രഹം എന്തെന്ന്? അതുപോലെ ഞങ്ങളോട് നിങ്ങൾ ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ സാർ. അങ്ങ് അമ്പൂരി പള്ളിക്ക് മുകളിൽ ഞങ്ങളുടെ പൂർവികർ അന്ത്യനിദ്ര കൊള്ളുന്ന ഒരു സെമിത്തേരി ഉണ്ട്. ജീവിതമൊടുങ്ങുമ്പോ ഈശോ മറിയം യോസേപ്പെ, എനിക്കും അവിടെ ഇടം തരണേ എന്നാവും ഓരോരുത്തരുടെയും പ്രാർത്ഥന. അത്രയ്ക്കുണ്ട് സാറേ ഈ മണ്ണിനോട് ഞങ്ങൾക്കുള്ള ബന്ധം. ദയവായി ഈ മണ്ണിൽ നിന്ന് ഞങ്ങളെ ഇറക്കിവിടല്ലെന്ന് അധികാരികളോട് പറയണം സാർ. നിങ്ങൾ പോയിക്കൊള്ളൂ. ഞങ്ങൾ ആരെയും കണ്ടിട്ടുമില്ല, പിന്തുടർന്നിട്ടുമില്ല. അതിജീവനത്തിനുള്ള ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും. ഒഴുകുന്ന കാട്ടരുവിയും ചിലയ്ക്കുന്ന ചെറുകിളികളും തൊട്ടുതലോടുന്ന ചെറുകാറ്റും അതുതന്നെ പാടുന്നു. ഈ മണ്ണ് ഞങ്ങളുടെ സ്വപ്നങ്ങളുടെ സ്വർഗഭൂമിക. പ്രകൃതിയെ പാലിച്ച് ഈ മണ്ണിൽ ഞങ്ങൾ നിലനിൽക്കുന്നതാണ്, നിലനിൽക്കുക തന്നെ ചെയ്യും. കാടുമാറ്റി കല്ലുമാറ്റി മണ്ണൊരുക്കി നാം ചേറ്റിലൊഴുതോർ നാം ചേറ്റിൽ വിത്തെറിഞ്ഞോർ നാം പട്ടിണിക്കെതിർ പാട്ടുപാടി കൊയ്തെടുത്തോർ നാം.